ഇതൊരു ഫോർട്ട് കൊച്ചി പ്രദേശമാണെങ്കിൽ മട്ടാഞ്ചേരി എന്നൊരു പ്രദേശമായിട്ടാണ് ഇതിന് മൊത്തം അറിയപ്പെടുന്നത്. ചേരി എന്ന് പ്രത്യേകിച്ചൊരു തരം. ആ ചേരി പ്രദേശങ്ങളിൽ കൂടുതൽ ചേരിയായിട്ടുള്ള പ്രദേശമാണ് കോഞ്ചേരിയും തുരുത്തി പ്രദേശങ്ങളും. അടക്കമുള്ള കുറേ പ്രദേശങ്ങളുണ്ട് ഇവിടെ, സമീപ പ്രദേശങ്ങളിലേക്ക്. ഇവിടെയൊക്കെ മനുഷ്യർ സകലവിധ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് ദശാബ്ദങ്ങളായിട്ട് വളരെ ചുരുങ്ങിയ സൗകര്യത്തിൽ വാടകയ്ക്കും, സ്വന്തമായിട്ട് വീടില്ലാതെ വാടകയ്ക്കും, അതും വളരെ ഒരു വീട്ടിൽ തന്നെ 3-4 കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥയാണ്. ഇത് വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ഒരവസ്ഥയായിരുന്നു. ഇതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് എല്ലാവരും ഇതിനെ കണ്ടത്. അങ്ങനെയാണ് ഒന്നാമത്തെ ഫ്ലാറ്റിൻ്റെ പണി ആരംഭിക്കുന്നത്. കൊട്ടിഘോഷിക്കപ്പെട്ട ആ പരിപാടി തുടങ്ങുകയും അത് തുടങ്ങിയോടത്ത് വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ 15 വർഷമായി അതവിടെ കിടക്കുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ കിടക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ ഫ്ലാറ്റിൻ്റെ പണി തുടങ്ങി. അപ്പോഴും ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പേരും വിചാരിച്ചത് അത് കിടക്കുന്നത് പോലെ തന്നെ ഇതും കിടക്കുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ, നമുക്ക് ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊണ്ട് വളരെ കുറഞ്ഞ കാലയളവിൽ മേയറുടെയും മുഖ്യമന്ത്രിയുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും സംയുക്ത ഫണ്ട് ഉപയോഗിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പണി മുടങ്ങിക്കിടന്ന ആ ഫ്ലാറ്റും തീർത്തു എന്ന് മാത്രമല്ല, പുതുതായി ഈ ഫ്ലാറ്റും പണി ചെയ്തു. ഇത് ഈ മട്ടാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. 400ഓളം കുടുംബങ്ങൾ ഇവിടെ, നിർധനരായ ഭവനമില്ലാത്ത 400ഓളം കുടുംബങ്ങൾക്ക് ഇവിടെ കിടക്കാൻ, തലചായ്ക്കാൻ ഒരിടം കിട്ടുകയാണ്. പക്ഷികൾക്ക് പോലും, മൃഗങ്ങൾക്ക് പോലും തലചായ്ക്കാൻ ഇടമുള്ള ഈ നാട്ടിലാണ് ഈ 400ഓളം കുടുംബങ്ങളെങ്കിലും നമുക്ക് തലചായ്ക്കാൻ ഇടം കൊടുക്കാൻ കഴിഞ്ഞത്. അത് ഈ സർക്കാരിൻ്റെ, കോർപ്പറേഷൻ്റെയും ഇച്ഛാശക്തി ഈ പണി തീർക്കുന്നതിലുണ്ടായിട്ടുണ്ട്. ഇതൊരു സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും കിരീടത്തിൽ, അവർ ചെയ്തിട്ടുള്ള സൽപ്രവർത്തികളുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തുന്ന ഒരു പരിപാടിയാണ്.